ഇല്ല, ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ പനി പോലുള്ളൊരു കാര്യമാണ്. എക്സ്പീരിയൻസ് കൂടുന്തോറും ശമ്പളം കൂടുതൽ കൊടുക്കേണ്ട ഒരു സ്ഥിതിയും വരുന്നുണ്ട്. പക്ഷെ അതാ അവിടെ ഒരു കൊച്ചു പെൺകുട്ടിയെ കാണുന്നില്ലേ, മുല്ലക്കൊടിയിൽ ഔസേപ്പിന്റെ മകൾ ലില്ലി. എന്തുകൊണ്ട് പ്രശാന്തിക്ക് ഹയർ സ്റ്റഡീസ് ചെയ്തുകൂടാ? നമ്മൾ സപ്പോർട്ട് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു. മാലാഖയാണവൾ, മാന്തളിരാണവൾ, മാലിന്യമേൽക്കാത്ത മാണിക്യമാണവൾ. പിന്നെ ഫോക്ക് ഡാൻസ് ആണ് ബേസിക്കലി ഞാൻ പഠിച്ചു വന്നത്. അപ്പോൾ അതിനകത്താണ് സ്കൂൾ തലങ്ങളിലെല്ലാം ഞാൻ നമസ്കാരം, ഷീ ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജീവിതം ചിലപ്പോൾ പോരാട്ടങ്ങളുടെയും പോരാട്ട വിജയങ്ങളുടെയും കഥയാണ്, ചിലപ്പോൾ തുടർ പോരാട്ടങ്ങളുമാണ്. അതുപോലെ ജീവിതത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മൾ ഷീ ടോക്കിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. ഡോക്ടർ പ്രശാന്തി സന്തോഷ്. സ്വാഗതം ഡോക്ടർ പ്രശാന്തി ഷീ ടോക്കിലേക്ക്. താങ്ക് യു. ഞാൻ പ്രശാന്തി കാഷ്വലായിട്ട് പ്രശാന്തി എന്ന് വിളിക്കുകയാണ് കേട്ടോ, ഒരു സൗഹൃദം കൊണ്ട് കൂടി. അപ്പം പ്രശാന്തിയുടെ പ്രൊഫൈല് പറയുകയാണെങ്കിൽ ഒരു ഹൈ പ്രൊഫൈലാണ്, എനിക്ക് പറയാൻ ഒരുപാടുണ്ട്. അപ്പൊ അതിലും ഭേദം പ്രശാന്തി തന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തുക, എന്താണ് ബൈ പ്രൊഫഷൻ എന്ന്. അതെ, ഞാൻ ഡോക്ടർ പ്രശാന്തി. ഞാൻ PhD ഇമോഷണൽ ഇന്റലിജൻസിൽ 2019 സെപ്റ്റംബറിൽ ഓണർ ചെയ്തിട്ടാണ് ഡോക്ടർ എന്നുള്ളൊരു പൊസിഷനിലോട്ട് എത്തിയത്. അതിനു മുന്നേ സാധാരണ ഒരു പ്രശാന്തി സന്തോഷം മാത്രമായിരുന്നു. ഞാൻ കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് സെക്ടറിലാണ് അനലിസ്റ്റായിട്ടാണ് ഒരു കഴിഞ്ഞ ഒക്ടോബർ വരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ കോളേജ് ഓഫ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിൽ പ്രോഗ്രാം ഇവാലുവേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം റിസർച്ച് സബ്ജക്ട് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. എന്താണ് ആ ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം? തീർച്ചയായിട്ടും അത് റെയർ സബ്ജക്ട് അല്ലേ. കാരണം ഒരുപാട് കുവൈറ്റിൽ ഒരുപാട് പേര് കേൾക്കുന്നവരൊക്കെ പറയാറുണ്ട്, ഓ ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ടോ? AI എന്ന് പറയുമ്പോൾ ഫെമിലിയർ ആണ് അല്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പക്ഷെ EI എന്ന് പറയുമ്പോൾ ഞാനത് തിരഞ്ഞെടുക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം, കുവൈറ്റില് ഒരുപാട് ചെറുപ്പക്കാരെ ആണ് ഇപ്പം കൂടുതൽ അവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പബ്ലിക് സെക്ടറിലല്ല, പ്രൈവറ്റ് സെക്ടറിൽ. കാരണം ചോദിക്കുമ്പോൾ എന്താണ്, പ്രായമായവര് അസുഖം കാരണം മറ്റു കാരണമൊക്കെ ലീവ് എടുക്കുകയും അല്ലെങ്കിൽ അവർക്ക് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ കൊണ്ട് അവര് ജോലിക്ക് വരാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മാത്രമല്ല എക്സ്പീരിയൻസ് കൂടുന്തോറും ശമ്പളം കൂടുതൽ കൊടുക്കേണ്ട ഒരു സ്ഥിതിയും വരുന്നുണ്ട്. പക്ഷെ ചെറുപ്പക്കാരാണെങ്കിൽ അവർ ജസ്റ്റ് വന്നു കഴിയുമ്പോൾ കുറച്ച് ശമ്പളത്തിലായാലും അവർ ജോലി ചെയ്യാൻ തയ്യാറാവും. അവിടെയാണ് ഒരു പ്രശ്നം വന്നത്. പക്ഷെ നമ്മൾ കാലിബർ വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി പഴയ ആൾക്കാരാണ് കുറച്ചും കൂടെ കാലിബർ ഉള്ളതും അവർക്കാണ് കുറച്ചും കൂടെ അറിവുള്ളതും. അതെ, അപ്പൊ അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ സിൻസിയറിറ്റിയും കൂടും. പ്രൈവറ്റ് സെക്ടറിൽ കമ്പനിയോടുള്ള സിൻസിയറിറ്റി കൂടുതലായിരിക്കും പഴയ ആൾക്കാർക്ക്. പക്ഷെ അത് എന്തുകൊണ്ടോ കുവൈറ്റില് മാനേജ്മെന്റ് മനസ്സിലാക്കാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സബ്ജക്ട്, കാരണം എനിക്ക് എന്റെ ഗൈഡ് ലിസ്റ്റ് അയച്ചു തന്നപ്പോ എനിക്കൊരു വേറിട്ട ഒരു സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നിയത് EI ആണ്. അതാണ് ഞാൻ EI എടുക്കാനുള്ള ഒരു മെയിൻ ഉദ്ദേശം. അതും കുവൈറ്റിലെ ബേസിക്കലി കുവൈറ്റ് സ്റ്റഡി ആണത്. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടറിലെ എംപ്ലോയീസിന്റെ ഇമോഷണൽ ഇന്റലിജൻസ് ആണ് അതിനകത്ത് റിസർച്ച് ബേസ് ചെയ്തിരിക്കുന്നത്. അതെല്ലേ. അപ്പം സത്യം ഇപ്പൊ പറഞ്ഞു റയർ സബ്ജക്റ്റ് ആണ്, കേട്ട് വരുന്നേ ഉള്ളൂ ആൾക്കാർ. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുട്ടികൾ ഒത്തിരി സെലക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സബ്ജക്ട്. പക്ഷേ EI എന്ന് പറയുന്നത് അങ്ങനെ. അപ്പൊ ഈ ഒരു വിഷയത്തിലേക്ക് അതിന്റെ ഒരു പഠന സാധ്യത എത്രത്തോളം ഉണ്ട്? ഇനി കുട്ടികൾക്ക് ഇപ്പൊ ഫ്യൂച്ചറിൽ ഒരു സബ്ജക്റ്റായി തിരഞ്ഞെടുക്കണമെങ്കിലോ? ഒരുപാട് പഠന സാധ്യതയുള്ള ഒരു സബ്ജക്റ്റാണ് EI എന്ന് പറയുന്നത്. EI എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ബേസിക്കലി അതിനകത്തൊരു സൈക്കോളജി അല്ലെങ്കിൽ കൗൺസിലിംഗ്, ട്രെയിനിങ് ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇപ്പോൾ ഉള്ള ഒരുപാട് ആൾക്കാർക്കും എക്സ്പീരിയൻസസ് കുറവാണ്. അപ്പം വരും തലമുറയ്ക്ക് അതൊന്ന് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും, കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ പേഴ്സണലി ആയാൽ പോലും ഒരാളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട്. അയാൾ എന്താണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ എന്താണ് എന്നൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറെ എന്നോട് ഇടപഴകുന്ന ആൾക്കാരോട് അവരുടെ ചില നെഗറ്റീവ്സ് ഒക്കെ ഞാൻ ഇതൊന്ന് മാറ്റിയാൽ കൊള്ളാമായിരുന്നു അല്ലെങ്കിൽ അതൊന്ന് കുറച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ക്വാളിറ്റി ഈ ഒരു സ്റ്റഡിക്കുണ്ട്. ഇപ്പം ഈ കുവൈറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടു കൂടിയാണ് ഇപ്പൊ ഇതുപോലൊരു സബ്ജക്ട് ഒരു റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എങ്ങനെ എത്തി? എന്നുവെച്ചാൽ അധികാർക്കും കിട്ടാത്തൊരു റയറായിട്ട് കിട്ടിയ ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതിലേക്ക് എങ്ങനെ എത്തി? തീർച്ചയായിട്ടും അത് ആക്ച്വലി ഞാൻ കുവൈറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ ആദ്യം കയറുന്നത് ഗൾഫ് സെന്റർ ഫോർ പെനിൻസുല സ്റ്റഡീസ് എന്ന് പറയുന്ന സെന്ററിലാണ്, ഷുവേക്കിലാണ്.
അധികം ആൾക്കാർക്കൊന്നും കേട്ടിട്ടില്ലാത്ത സ്ഥലമാണ്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. അപ്പൊ അവിടെ സെക്കൻഡ് ടൈമിൽ വന്ന ഡയറക്ടർ, പുള്ളി എന്നോട് ഒരുപാട് അറ്റാച്ച്മെന്റ്, അതായത് പുള്ളിയുടെ വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുകയും ബ്രോഷേഴ്സും അതുപോലുള്ളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ പുള്ളി എന്നോട് സജസ്റ്റ് ചെയ്തിരുന്നു, എന്തുകൊണ്ട് പ്രശാന്തിക്ക് ഹയർ സ്റ്റഡീസ് ചെയ്തുകൂടാ, നമ്മൾ സപ്പോർട്ട് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഞാൻ PhD ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പം ഡെഫിനറ്റ്ലി എനിക്ക് എൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എപ്പോഴും ട്രാവൽ ചെയ്യണം. നമ്മൾ അവിടെ ഒരു പെർമനന്റ്, അതായത് നമ്മൾ പാർട്ട് ടൈം ആയിട്ടല്ല, ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആണ്. കാരണം അണ്ണാമലൈ യൂണിവേഴ്സിറ്റി അല്ല, ഞാൻ പഠിച്ചത് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയാണ്, ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പം നമ്മൾ പോയി വന്നും ചെയ്യേണ്ടത് ഉള്ളത് കൊണ്ട് അവിടുത്തെ പെർമിഷൻ നമുക്കില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഡയറക്ടറാണ് എനിക്ക് സാങ്ഷൻ തന്നത്, നീ പോയിട്ട് വന്ന് ചെയ്തോളൂ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരുടെ ഒരു അക്സെപ്റ്റൻസോട് കൂടി എനിക്ക് പോകാനായിട്ട് പറ്റിയത്. അതെ. അപ്പം ഈ ഒരു വിഷയത്തിലേക്ക് എത്താൻ തന്നെ കരിയർ എന്തിലായിരുന്നു? പോസ്റ്റ് ഗ്രാജുവേഷൻ, ഗ്രാജുവേഷൻ ഒക്കെ ചെയ്തു? ഞാൻ മാസ്റ്റേഴ്സ് എടുത്തത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുവൈറ്റിലോട്ട് വരുന്നത്. പക്ഷെ അതിന്റെ ശേഷം ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ 2009 MBA സ്റ്റാർട്ട് ചെയ്തത്. 11-12 ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഈ റിസർച്ച് സബ്ജക്റ്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 14 ഞാൻ PhD സ്റ്റാർട്ട് ചെയ്യുന്നത്. 19 കംപ്ലീറ്റ് ചെയ്തു. സാധാരണ എല്ലാവരും പറയുന്നത് ഇപ്പം ഒരു നല്ല ക്വാളിഫിക്കേഷനോട് കൂടി ഇവിടെ എത്തിയാൽ തന്നെ ഇവിടെ ഗൾഫ് GCCയിൽ പ്രത്യേകിച്ച് കുവൈറ്റ് പോലത്തെ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കരിയർ പിന്നെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. നമ്മൾ ഡെഫിനറ്റ്ലി അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. കാരണം എന്റെ പ്രൊഫൈൽ ഞാൻ എവിടെ കണ്ടാലും എല്ലാവരും പറയും, ഓ ഹൈലി ക്വാളിഫൈഡ് ആണ്, ഇത് പറ്റൂല എന്നുള്ളതാണ്. കാരണം അവരുടെ ഒരു എക്സ്പെക്ടേഷനിൽ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്ര റേഞ്ച് സാലറി കൊടുക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അവരുടെ മനസ്സിലിരിക്കുന്നത്. പക്ഷെ അവർ ഈ ആള് എത്രത്തോളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ജോലിയുടെ ഒരു ആവശ്യകത വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പോലും മനസ്സിലാക്കാതെ ഒരു കോള് പോലും ചെയ്ത് ചോദിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ ഇപ്പോഴത്തെ പ്രൈവറ്റ് കമ്പനീസിന് ഇല്ല. പക്ഷെ നമ്മുടെ ക്വാളിറ്റീസ് അറിയാവുന്നവര് നമ്മളെ വിളിക്കും. അവിടെയാണ് കുവൈറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രസക്തി. അവർക്ക് എന്റെ ക്വാളിറ്റീസ് അല്ലെ എന്റെ വർക്കിനെ കുറിച്ച് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവിടെ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നത്. അതെ, ആ ഒരു കരിയർ ഡെവലപ്മെന്റ് സാധ്യത ഇല്ലാത്തടത്തും പ്രശാന്തി അത് ക്രാക്ക് ചെയ്ത് ഇത്രയും വലിയ അച്ചീവ്മെന്റിൽ എത്തി എന്നുള്ളതാണ്. അപ്പം ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന സബ്ജക്ട് വന്നത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടറിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ, അപ്പം അങ്ങനെ ഡീൽ ചെയ്യേണ്ടി വന്ന ഈ എംപ്ലോയീസിന്റെ ഇഷ്യൂസ്, അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാനുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് അറിയാവുന്ന പല ആൾക്കാരും ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്, ടെർമിനേറ്റ് ചെയ്തിട്ട് അവർക്കെന്ന് വെച്ചാൽ നാട്ടിൽ കുട്ടികളുടെ കല്യാണം, പെൺകുട്ടികളുടെ കല്യാണം, അല്ലെ ഹയർ സ്റ്റഡീസ് ഒന്നും പോസിബിൾ അല്ലാത്ത രീതിയിൽ അവരിവിടുന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പോവുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അവർക്കൊരു കുറച്ച് ടൈം പോലും കൊടുക്കാത്ത രീതിയിൽ അങ്ങനെ എനിക്കറിയാവുന്ന കുറേ പേർക്ക്. അതുപോലെ തന്നെ പല ആൾക്കാരും ഇപ്പോൾ പറയാറുണ്ട്, ഒരു 50 years കഴിഞ്ഞിട്ട് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി കിട്ടാനായിട്ട്. അപ്പം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത് എബോവ് 50 എന്നല്ല, എനിക്ക് തോന്നുന്നു എബോവ് 40 തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആരും എടുക്കില്ല. അവർ നോക്കുന്നത് ജസ്റ്റ് ന്യൂ ആയിട്ടുള്ള ആൾക്കാരെയാണ്, ജസ്റ്റ് പഠിച്ചിറങ്ങി എക്സ്പീരിയൻസ് പോലാത്ത ആൾക്കാർക്ക് അവർ നോക്കുന്നത് എപ്പോഴും ശമ്പളത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അല്ലാതെ ആ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വേണമെന്ന് അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് എപ്പോഴും ശമ്പളം കുറച്ച് കൊടുക്കുന്ന ആ ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അതെ, ഇപ്പം എന്താ പറയുക, നമ്മൾ ഈ ഒരു റീസെൻ്റ്ലി കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരുപാട് ആൾക്കാർ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ലേബർ, പണ്ടത്തെ കാലത്ത് ഗൾഫ് എന്ന് പറഞ്ഞ പ്രവാസികൾ ലേബർ ക്യാമ്പിലൊക്കെ ഉള്ളത് നമുക്കൊരു പരിചിതമായിരുന്നു. പക്ഷേ ഇപ്പം ഫാമിലി ഇല്ലാത്ത ഒറ്റയ്ക്ക് ജീവിക്കുന്ന ബാച്ചിലേഴ്സൊക്കെ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ പോകണം. ഒത്തിരി ഇന്ത്യൻസിൻ്റെ സൂയിസൈഡ് പോലത്തെ കാര്യങ്ങളൊക്കെ. അതിനോട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? തീർച്ചയായിട്ടും അത് നമ്മൾ ഒരു പരിധിവരെ നമ്മൾക്ക് അവരിലോട്ട് എത്താനായിട്ട് പറ്റുന്നില്ല എന്നുള്ള ഒരു മെയിൻ ഫാക്റ്റാണ്. കാരണം അവർ നമുക്ക് ഇപ്പം എന്നെ സംബന്ധം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് പേർക്ക് ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്കൊരു സൊല്യൂഷൻ. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും എത്തിപ്പെടാൻ പറ്റില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ പക്ഷെ ഇത് കേൾക്കുന്ന ഒരാളാണെങ്കിൽ മാക്സിമം ഈ ഓഫീസിൽ അല്ലെങ്കിൽ കമ്പനിയിൽ അല്ലെങ്കിൽ സൈറ്റുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ എപ്പോഴും അവിടെ വിട്ടിട്ട് തന്നെ വരണം. അതെ, അത് എടുത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ടോ അല്ല നമ്മുടെ ബെഡിലോട്ടോ പോലും കൊണ്ടുവരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങളെ അവിടെ വിട്ടിട്ട്
വി വിൽ സീ ടുമോറോ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലോട്ട് എത്തണം. അല്ലാതെ നമ്മൾ അത് എടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ ചിന്തിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാതെ, അത് കഴിക്കുന്ന ഭക്ഷണമോ നല്ല ഭക്ഷണമാണോ, അല്ല ഈ മെസ്സിൽ കിട്ടുന്ന ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഡെയിലി ചിക്കൻ ആയിരിക്കാം, അതിന്റെ ചേർക്കുന്ന സ്പൈസസും കാര്യങ്ങളും ഒക്കെ പ്രശ്നമുള്ളതാണ്. അത് കഴിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തിനെ നമ്മൾ മനസ്സിലിട്ട് ചിന്തിച്ചാണ് ചിലപ്പോൾ ഒരുപക്ഷെ സൊല്യൂഷൻ കിട്ടാത്ത പ്രശ്നമായിരിക്കാം, അല്ല ചിലപ്പോൾ നാളെ സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു കാര്യം, പക്ഷെ അവര് ഇന്നേ അതിനെ ചിന്തിക്കും, ചിലപ്പോൾ നാളെ സോൾവ് ചെയ്യും. പക്ഷെ ആ ഒരു മൊമെന്റിൽ തോന്നുന്ന ആ ഒരു വികാരത്തിന്റെ പുറത്താണ് ആത്മഹത്യ എന്ന് പറയുന്ന സംഗതി നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, സൈറ്റിലുള്ള അല്ലെ ഓഫീസിലുള്ള കാര്യങ്ങളെ അവിടെ വെച്ചിട്ട് ആ പടി ഇറങ്ങുമ്പോൾ അവിടെ വെച്ച് നിർത്തുക. തിരിച്ച് വീട്ടിൽ ഹാപ്പി ആയിട്ട് വരിക, ഭക്ഷണം കഴിക്കുക, നല്ല പുറത്ത് പോയിട്ട് പൈസ ചെലവാക്കണ്ട, ബീച്ച് സൈഡിലോ അല്ലെങ്കിൽ പുറത്തോ റോഡിലോ ഇറങ്ങി നടന്ന് 10 പേരെ കണ്ട് ആ മനസ്സിലൊന്ന് റിലാക്സ് ആക്കി പോവുക. എല്ലാ ദിവസവും ചെയ്യാവുന്ന കാര്യമാണത്. അത് ചെയ്തു പോയാൽ മനസ്സ് സന്തോഷമായിട്ട് വെക്കുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ഇപ്പൊ ഈ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു, ഈ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ ഒരു ലിമിറ്റേഷൻ ഒരു ഫീമെയിൽ ആയതുകൊണ്ടാണോ അതോ ഇവിടുത്തെ നിയമങ്ങളോ അങ്ങനത്തെ സാധ്യതകളോ കൊണ്ടാണോ? ഇല്ല, അത് ഒരുപക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ കമ്പനീസുമായിട്ടോ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെ എന്നുവെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള ഒരു വളരെ കുറവാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ അറിഞ്ഞ ആൾക്കാർ വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ചോദിക്കുമായിരിക്കും. എന്നെ പേഴ്സണലി അറിയാവുന്നവരൊക്കെ ചോദിക്കാറുണ്ട്, പ്രശാന്തി എന്നെ കണ്ട് എന്തെങ്കിലും പ്രശ്നം തോന്നിട്ടുണ്ടോ, അല്ലെ എന്റെ ക്യാരക്ടർ അറിഞ്ഞിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ഒരു കൂട്ടം ആൾക്കാരിലോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ ആരെങ്കിലും ഇതുപോലെ മോട്ടിവേഷണൽ ക്ലാസ്സിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ സമീപിക്കാറുണ്ടോ? ഏതെങ്കിലും സംഘടനകളോ? അങ്ങനെ തീർച്ചയായിട്ടും. കഴിഞ്ഞ ഫ്രൈഡേ അല്ല, അതിന് മുന്നത്തെ ഫ്രൈഡേയില് തൃശ്ശൂർ അസോസിയേഷന്റെ ഒരു പ്രോഗ്രാമിനായിട്ട് കുട്ടികൾക്ക് മോട്ടിവേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ നമ്മുടെ സാരഥിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, റിഗെ യൂണിറ്റിന്റെ. അവിടെ ക്യാൻസർ അവയർനെസ് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ജസ്റ്റ് എനിക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റിയില്ല, 2-3 മിനിറ്റ്സ് കൊണ്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിരുന്നു. അതെ, ക്യാൻസർ അവയർനെസ്. അതുപോലെ മറ്റൊരു എന്താ പറയുക ഫീൽഡാണ് ഇപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ. നമ്മൾ പണ്ട് ഹെറിഡിറ്ററി അല്ലെങ്കിൽ അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല, ഒരു വീട്ടിലൊരാൾക്കെങ്കിലും ഉണ്ടാവുന്ന ഒരു അസുഖം അത്രയ്ക്കും കോമൺ ആയി ഇപ്പോൾ ക്യാൻസർ. ഓഫ് കോഴ്സ് ട്രീറ്റ്മെന്റും ഉണ്ട്, പക്ഷെ എന്നാൽ പോലും ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഫസ്റ്റ് അത് ഡയഗ്നോസ് ആയി കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ക്യൂറബിൾ ആണ് ഇപ്പോൾ എന്നുള്ളതൊന്നും അല്ല ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷനെ ഓവർകം, ഇന്നലെ മോട്ടിവേഷണൽ ക്ലാസ് കൂടി എടുത്തു എന്നുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പോൾ ആ ഒരു ടെൻഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്താ പറഞ്ഞു കൊടുക്കാനുണ്ടാവുക? ഇല്ല, ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോ എനിക്ക് തോന്നുന്നു സാധാരണ പനി പോലുള്ള കാര്യമാണ്. അത്രേ ഉള്ളൂ. കാരണം അതിനെക്കാട്ടിയും പേരറിയാത്ത, ഇഷ്ടംപോലെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത, അതിൽ ഇതുവരെ ട്രീറ്റ്മെന്റ് പോലും മെഡിസിൻ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത എത്രയോ രോഗങ്ങളുണ്ട്, എത്രയോ ഇതിനെക്കാട്ടിയും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ക്യാൻസർ ഒരു രോഗമാണെന്ന് ഇപ്പം സാധാരണ പനി എന്ന് പറയുന്നത് പോലെ പറയാനേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഒരുപാട് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്, മെഡിസിൻസ് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മനോധൈര്യം വേണം ഒന്നാമത്തത്. അതിലുപരി നമുക്ക് ദൈവീകം ഉണ്ടാവണം. നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ച് ആ ഒരു മനോബലം കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്തിപ്പെടാം. ക്യാൻസറിനെയൊക്കെ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ക്യാൻസറൊക്കെ ഡയബറ്റിക്സ് വന്നാൽ പോലും ലൈഫ് സ്റ്റൈലേ മാറിപ്പോകും. അതെ, ഫുഡ് ഹാബിറ്റ്സ് ഡെഫിനറ്റ്ലി അതിനകത്തൊരു ഘടകമാണ് കേട്ടോ. ഫുഡ് ഹാബിറ്റ്സ് നമ്മള് ഫിഷ് ഫ്രൈ കാണുമ്പോഴോ അല്ലെ ചിക്കൻ ഫ്രൈ കാണുമ്പോഴോ അല്ലെങ്കിൽ ഫഹം കാണുമ്പോഴോ ഓടിപ്പോകുന്ന ആ ഒരു ടെൻഡൻസി ഒക്കെ നമുക്കൊന്ന് കുറയും. അതെ, അങ്ങനെയുള്ള ഫുഡ് ഹാബിറ്റ്സിലൊക്കെ കുറച്ചൊരു കൺട്രോൾ വരുത്തുന്നത് നല്ലത് അതിന്. അതെ, ഇപ്പൊ നമ്മൾ പ്രൊഫഷനെ കുറിച്ച് കുറെ സംസാരിച്ചു. അതിലുപരി ഒരു വലിയ കലാകാരിയാണ്. ഇപ്പം ഭയങ്കര നൃത്തം എന്ന് പറയുന്നത് ഒരു ഭയങ്കര പാഷനാണ്, അഭിനയം. കൂടാതെ ഇനിയും കുറെ ഉണ്ട്, ഞാൻ വരാം അതിലേക്ക്. പക്ഷെ എങ്ങനെയാണ് ഈ നൃത്തവും അഭിനയവും അതിനോടുള്ള ഒരു പാഷൻ തുടങ്ങിയത്? നൃത്തം ആക്ച്വലി ഞാൻ കുട്ടിക്കാലം മുതൽ നൃത്തം പഠിച്ചതാണ്. ആക്ച്വലി ഞാൻ പഠിച്ചിട്ടുള്ളത് നേരത്തെ പിന്നെ ഫോക്ക് ഡാൻസ് ആണ് ബേസിക്കലി ഞാൻ പഠിച്ചു വന്നത്. അപ്പോൾ അതിനകത്താണ് സ്കൂൾ തലങ്ങളിലെല്ലാം ഞാൻ ഡാൻസ് ചെയ്തിട്ടുള്ളതും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ സ്പോർട്സിനോടും ഉണ്ടായിരുന്നു. റണ്ണിങ് റേസ്, ഓട്ടം, ചാട്ടം ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്തു നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛന് കഥാപ്രസംഗം ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം എന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കല്ലട വി കുട്ടി എന്ന് പറയുന്ന സാറുണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്ത് എന്നെ കൊണ്ടുപോകുമായിരുന്നു അച്ഛൻ. കൊണ്ടുപോയി അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് പഠിപ്പിച്ച് കൊണ്ടുവരായിരുന്നു. അങ്ങനെ ഞാൻ കുറെ നാളുകള്
കഥാപ്രസംഗം പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടിലെ ആ ഒരു മത്സരവേദിയിൽ നിന്നൊക്കെ മാറി നിന്നപ്പോഴത്തേക്ക് ആ ഒരു കാലം ഞാൻ അവിടെ വെച്ച് നിർത്താം. കാരണം എനിക്ക് കുവൈറ്റിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു കഥാപ്രസംഗം ആസ്വദിക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ എന്തോ ഈ വേദികളിൽ ഒന്നും ഞാൻ കഥാപ്രസംഗം കണ്ടിട്ടില്ല. ആകെ ഒരു കഥാപ്രസംഗം കണ്ടത് നമ്മുടെ സംഗീത ഹാളില് നാട്ടിൽ നിന്ന് വന്ന ഒരു ചേട്ടൻ കഥാപ്രസംഗം അവതരിപ്പിച്ചാണ് ഞാൻ കണ്ടത്. അല്ലാതെ വേറെ ഇവിടെ എങ്ങും കഥാപ്രസംഗം കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നതേ ഇല്ല. കാരണം 10-20 വർഷത്തോളം ഞാനിപ്പോൾ കുവൈറ്റിലുണ്ട്. പക്ഷെ ഞാൻ ഒരു വേദികളിലും ഞാൻ കണ്ടിട്ടില്ല. അതെ, ഞാൻ കഥാപ്രസംഗം ചെയ്യുന്ന ഒരാളാണ്, അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, നന്നായി പ്രൊഫഷണലി ട്രെയിൻഡ് ആണെന്ന് അറിയാം. പക്ഷെ അപ്പോൾ ചോദിക്കാൻ വിചാരിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ടൊരു വേദി കിട്ടാതെ പോയിന്ന്. കാരണം കുവൈറ്റിൽ ഇഷ്ടംപോലെ വേദികളാണ്, പലതരത്തിലുള്ള കലകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിനെ പ്രശാന്തിനെ നമ്മൾ അറിയുന്നത് നല്ലൊരു അഭിനേത്രിയാണ്, നാടകങ്ങൾ, ഒപ്പം നർത്തകിയാണ്. പക്ഷെ ഇത് ഇത്രയ്ക്കും കയ്യിൽ കൊണ്ടുവച്ചിട്ടും ഇതിനൊരു വേദി എന്തുകൊണ്ട് കിട്ടാതെ പോയി? ആരെയും സമീപിച്ചില്ല എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന്? ഞാനത് റീസെന്റ് ആണ് ആക്ച്വലി കഥാപ്രസംഗം എനിക്ക് അറിയാവുന്നുള്ളത് ഞാൻ ടെക്സാസിനോട് പറഞ്ഞു. ടെക്സാസ് ട്രിവാൻഡ്രം അസോസിയേഷൻ ടെക്സാസിൽ, കാരണം പനോരമയും ടെക്സാസും കൂടെ ജോയിന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടന്നിരുന്നല്ലോ. അപ്പൊ അതിൽ വെച്ചിട്ട് ഞാൻ ടെക്സാസിലോടാണ് പറഞ്ഞത്, നിങ്ങൾ നെക്സ്റ്റ് ടൈം ഒരു പ്രോഗ്രാം വെക്കുമ്പോൾ എനിക്ക് കഥാപ്രസംഗം പറയാൻ ഒരു അവസരം തരണേന്ന്. അപ്പോഴാണ് ആ കഥാപ്രസംഗം അറിയുവോ എന്നുള്ളത്. കാരണം ഒരു പക്ഷെ ചിലപ്പോൾ ഞാനത് പറയാത്തത് കൊണ്ടായിരിക്കാം അവര് മറ്റുള്ളവരെ അറിയാതെ പോയത്. കാരണം ഞാൻ ഡാൻസ് കളിക്കുന്ന ഒരാളായിട്ടാണ് എല്ലാവർക്കും അറിയപ്പെടുന്നത്. പിന്നെ അഭിനയം എന്ന് പറഞ്ഞാല് അത് ആക്സിഡന്റലി വന്നു പെട്ടതാണ്. കാരണം നമ്മുടെ സന്തോഷ് കുട്ടത്ത് എന്ന് പറയുന്ന ചേട്ടനുണ്ട് ഇവിടെ FET-യിലെ ഫ്യൂച്ചർ തിയേറ്ററിന്റെ. അപ്പം ചേട്ടൻ ആക്ച്വലി നമ്മൾ ഇങ്ങനെ വേറൊരു കാര്യം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എന്തെങ്കിലും ഒരു അവസരം വരുവാണെങ്കിൽ എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ ഫ്യൂച്ചർ തിയേറ്ററിന്റെ ഷൂർ സാമ്രാട്ട് എന്ന് പറയുന്ന ഡ്രാമ ഇവിടെ അങ്ങനെയാണ്. അതെ, അങ്ങനെയാണ് അഭിനയത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ മൊത്തം ഇപ്പം കഴിഞ്ഞ മാസം ഉണ്ടായ ആ ഡ്രാമ 3 ഡ്രാമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ. അതെ അതെ. പിന്നെ ആസാദിക്ക അമൃത മഹോത്സവം എംബസിയിൽ വെച്ച്. ഓക്കെ, പ്രേക്ഷകർക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഫ്യൂച്ചർ തിയേറ്ററിന്. കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരാണെങ്കിലും ഷൂർ സാമ്രാട്ട് ആണെങ്കിലും. ഇപ്പം വീണ്ടും കഥാപ്രസംഗത്തിലേക്ക് വരാണ് കേട്ടോ. കഥാപ്രസംഗം ഇത്രയും പ്രൊഫഷണലി ട്രെയിൻഡ് ആയതുകൊണ്ട് തന്നെ അതിന് വേദികളും ഇല്ല, കുവൈറ്റിലെ പ്രേക്ഷകർ അധികം കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചെറിയ സെഗ്മെന്റ് അവതരിപ്പിച്ചാൽ കുറച്ചൊന്ന് പറയാം. കാരണം എനിക്ക് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു മറവി, കാരണം നമ്മൾ യൂസ്ഡ് അല്ലല്ലോ, അതുകൊണ്ട്. അപ്പൊ ഞാൻ കുറച്ചൊന്ന് പറയാം. ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ദുഃഖപുത്രി. അതാ അവിടെ ഒരു കൊച്ചു പെൺകുട്ടിയെ കാണുന്നില്ലേ? മുല്ലക്കൊടിയിൽ ഔസേപ്പിന്റെ മകൾ ലില്ലി. ലില്ലി ലില്ലിപ്പൂ പോലെ സുന്ദരിയാണവൾ. ഔസേപ്പിന്റെയും മറിയമ്മയുടെയും ഏക മകളാണവൾ. മാലാഖയാണവൾ, മാന്തളിരാണവൾ, മാലിന്യമേൽക്കാത്ത മാണിക്യമാണവൾ. മാലാഖയാണിവൾ, മാന്തളിരാണിവൾ, മാലിന്യമേൽക്കാത്ത മാണിക്യമാണവൾ. പക്ഷേ ഔസേപ്പും ലില്ലിയും തമ്മിൽ രാവും പകലും പോലെ, അല്ലെങ്കിൽ കറുത്തവാവും വെളുത്തവാവും പോലെ ഒരുപാട് സ്വഭാവ വൈശേഷ്യങ്ങളുണ്ട്. അങ്ങനെ ഈ ഔസേപ്പിന് നാട്ടുകാരിട്ടൊരു പേരുണ്ട്, കടുവ ഔസേപ്പ്. 19 നമ്പർ ഷാപ്പിലെ സ്ഥിരം അടിക്കാരനാണ്. അന്നന്ന് കിട്ടുന്ന പൈസയ്ക്ക് അവിടെ പോയി മദ്യം വാങ്ങിച്ച് കഴിക്കും. കഴിച്ചതിന് ശേഷം ആടിപ്പാടി റോഡിലൂടെ കൽവിളക്കിനോടും സർവേക്കലിനോടും വർത്തമാനമൊക്കെ പറഞ്ഞ് ചന്തയിലേക്കൊരു വരവുണ്ട്. ഇടുപ്പിലൊരു കത്തിയും ഉണ്ടാവും. ആ കത്തിയില്ലെങ്കിൽ ആളിനൊരു ആത്മവിശ്വാസം ഇല്ല, അതാണ് അയാളുടെ ജീവൻ. അതുപോലെ ലില്ലിമോൾ അയാൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഭയങ്കര സ്നേഹമാണ് മകളോട്. മഞ്ഞ ഉടുപ്പിൽ മഴത്തുള്ളി പോലെയുള്ള വസ്ത്രങ്ങളും പട്ടുപാവാടയും ഒക്കെ എടുത്ത് തുള്ളിച്ചാടി വളകളൊക്കെ കിലുക്കി സ്കൂളിലേക്ക് ഓടിപ്പോകുന്ന ലില്ലിയെ നാട്ടുകാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. മാലാഖയാണവൾ, മാന്തളിരാണവൾ, മാലിന്യമേൽക്കാത്ത മാണിക്യമാണവൾ. മാലാഖയാണവൾ, മാന്തളിരാണവൾ, മാലിന്യമേൽക്കാത്ത മാണിക്യമാണവൾ.
പോരെ. താങ്ക് യു. ഇപ്പം സത്യം പറഞ്ഞ ഒരു കഥ അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിരവധി മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പൊ ഷോർട്ട് ഫിലിം പോലെ, ആൽബങ്ങൾ പോലെ. പക്ഷെ പണ്ടൊരു കാലത്ത് കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ ഒരാൾ പറയുന്നത് കൂടെ, ഇപ്പം നമ്മൾ പറഞ്ഞു ആ മഞ്ഞ ഉടുപ്പിട്ട് അവള് പാവാടയിട്ട്, നമ്മളതൊക്കെ നമ്മൾ ഓൺ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഒരു കലയാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ വീട്ടിൽ മോൾക്കറിയാം കഥാപ്രസംഗമൊക്കെ പറയാന്ന്. അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഓരോരുത്തരെ വീട്ടിലിപ്പം ഹസ്ബൻഡ് ആയാൽ തന്നെ പുള്ളിയോടെ ഇങ്ങനെ കളിയാക്കിയിട്ട് ഓരോ പാട്ടൊക്കെ ഉണ്ടാക്കി വെറുതെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയാം. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു നേരത്തെയൊക്കെ. ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ടച്ച് വിട്ട് പോയത് കൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് ഇറങ്ങി വരുമ്പം അപ്പൊ ഇനി കുവൈറ്റിലെ വേദികളിൽ ഇതും ഒരു ആസ്വാദ്യകരമായ ഒരു കലയായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ട് ഇതിൽ കൂടി വിബ്ജിയോറിന്റെ ഷീറ്റൊക്കെ കൂടി പ്രശാന്തി ഇങ്ങനെ ഒരു കലാകാരി കൂടിയാണെന്ന് അറിയപ്പെട്ടു. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. അതെ. അതുപോലെ ഇപ്പൊ നൃത്തം എന്ന് പറഞ്ഞു, നൃത്തം 9ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തി. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ കരിയർ ഇങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഒപ്പം നൃത്തവും ഒപ്പം കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ്. ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു നൃത്തമായിരുന്നില്ല, തിരുവാതിരയിലൂടെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ NSSന്റെ ഒക്കെ തിരുവാതിര പ്രോഗ്രാമിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പിന്നീട് NSSലും കണ്ണൂർ അസോസിയേഷൻ ഡെഫിനറ്റ്ലി നമ്മൾ ഒരുമിച്ച് ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ണൂർ അസോസിയേഷന്, എറണാകുളം റെസിഡൻസ് അസോസിയേഷന്, അങ്ങനെ പല അസോസിയേഷനിൽ ഡാൻസുകൾ കളിച്ചും അങ്ങനെയാണ് സജീവമായിട്ട് വരുന്നത്. ഇപ്പൊ ഇതുപോലെ അസോസിയേഷൻ, കുവൈറ്റിൽ പറഞ്ഞ മാതിരി അസോസിയേഷനുകളുടെ ഒരു വലിയ അതിപ്രസരം തന്നെ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മളെ ഒരു ലൈവായി നിർത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഏതെങ്കിലും രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടോ? സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ ഞാൻ നിന്നിട്ടില്ല. എനിക്ക് തോന്നി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യങ്ങളൊക്കെ, കുറച്ച് ഹെൽപ്പുകളും കാര്യങ്ങളും ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ, അങ്ങനെ വ്യക്തിപരമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്. പക്ഷെ എനിക്ക് സോഷ്യലി അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആഗ്രഹമുള്ള ആളാണ്. ഞാൻ അറിയുന്ന രീതിയിൽ എൻ്റെ അടുത്ത് വരുന്നതാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളതാണ്. ഇതിലൂടെ ആർക്കെങ്കിലും ഒക്കെ എൻ്റെ ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും എന്നെ വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ അവരുടെ കൂടെ തീർച്ചയായിട്ടും. വിഷയം ഏതാണെന്ന് അറിയാം, ഇമോഷണൽ ഇന്റലിജൻസ്, അതുപോലെ ഒരു മോട്ടിവേഷൻ. ഒരാൾക്കൊന്ന് സംസാരിക്കാൻ ഒരാളില്ലാത്ത കാലഘട്ടമാണ്, കേൾക്കാൻ ഒരാളില്ലാത്ത കാലഘട്ടമാണ് ഇപ്പൊ. അതാണ് ഏറ്റവും വലിയ പരാതി, അതായത് കേൾക്കാൻ ആളില്ല. തീർച്ചയായും അതാണ്. എന്നുവെച്ചാൽ അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങളാണ് എല്ലായിടത്തും. അപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് പ്രശ്നം പറയാൻ പോകുമ്പോ ആ ആളും പ്രശ്നത്തിലായിരിക്കാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടിലോട്ട് എത്തും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു മൊമെന്റിന്റെ ഒരു മാറ്റർ ആണ് ചിലപ്പോൾ സൂയിസൈഡ് പോലും. ആ ഒരു സമയത്ത് ഒരാളോട് സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ വലിയൊരു ഇമോഷൻ അങ്ങനെ ഒഴിവാവാം. അപ്പൊ അങ്ങനെ ഒരാൾക്ക് അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു നേരത്തെ പറഞ്ഞ കോൺഫിഡൻസ് ഇല്ലേ, അതായത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടാൻ എളുപ്പമാണ്. പക്ഷെ എന്തുകൊണ്ട് ആ ഒരു സെയിം മൊമെന്റിൽ ഞാൻ സെക്കൻഡ് ഫ്ലോറിലല്ല തേർഡ് ഫ്ലോർ എന്നിട്ട് ഞാനൊരു പാരച്യൂട്ടിനകത്ത് എനിക്ക് സേഫ് ആയിട്ട് താഴെ ലാൻഡ് ചെയ്യണമെന്ന് ആൾക്കാർ ചിന്തിക്കുന്നില്ല. അവിടെ ഒരു വ്യത്യാസം വരുന്നത്. ആ ഒരു ടെൻഷന്റെ പുറത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ആ ഒരു ചിന്തിക്കണം. പിന്നെ ഇപ്പൊ ഒരു കുടുംബമാണ്, കുടുംബത്തിൽ ഇപ്പം നമ്മൾക്ക് പറയാൻ പറ്റുമ്പം എല്ലാം മൈക്രോ ഫാമിലിയാണ്, 2 കുട്ടികൾ അല്ലെ ഒരു കുട്ടി. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോ ഭാര്യയും ഭർത്താവും തമ്മിലോ അല്ലെങ്കിൽ മക്കള് തമ്മിലോ അല്ലെങ്കിൽ നാട്ടില് പേരൻസുമായിട്ടോ അല്ലെങ്കിൽ ഫാദറിലോ മദറിലോ ആയിട്ടോ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷെ ഞാൻ പറയുന്നത് അവനവന് നമ്മൾക്കൊരു ലൈഫേ ഉള്ളൂ. ആ ഒരു ലൈഫിൽ നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളെയൊക്കെ അതിന്റെ വഴിയിലങ്ങ് വിടുക. ആ പ്രശ്നങ്ങൾ താനെ സോൾവ് ആയിക്കോളും. നമ്മളെടുത്ത് തലയിൽ വെച്ചിട്ടാണ് നമ്മൾ ആത്മഹത്യക്ക് പോകുന്നതോ അല്ലെ വിഷം കഴിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു നെഗറ്റീവ് തോട്ടിലോട്ട് പോകുന്നതോ. അങ്ങനെയാണ് എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എന്ന് പറഞ്ഞ് ദൈവം അതെല്ലാം ഒരുമിച്ച് നമുക്ക് തരുമോ? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആ സമയത്തെ അത് കിട്ടുള്ളൂ. അപ്പം വെയിറ്റ് ഫോർ ദാറ്റ്. ഇപ്പം കരിയറിൽ ഒരുപാട് മുന്നോട്ട് പോയി, കരിയർ ഇംപ്രൂവ്മെന്റ് അത് കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. ഒപ്പം നൃത്തം, അഭിനയം, കല എല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൊണ്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകണു, സമയം എവിടെ എന്നുള്ളൊരു ചോദ്യം കംപ്ലീറ്റ്ലി അപ്രസക്താണ്. പക്ഷെ ഇതൊക്കെ ലൈഫിനോട് ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പം ആ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി, ഇപ്പം സാധാരണ എല്ലാവരും ജോലി കഴിഞ്ഞ് വന്നു അതിന്റെ സ്ട്രെസ്സോട് കൂടി റൂമിലിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ചേർത്ത് നിർത്തുമ്പോൾ ഒരു സ്ട്രെസ് റിലീഫ് ഉണ്ടാവുന്നുണ്ട്, ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു എക്സ്പീരിയൻസ് എന്താ പറയാനുള്ളത്? ഡെഫിനറ്റ്ലി എൻ്റെ ജോലിയുടെ ടൈം എന്ന് പറയുന്നത് 6 hours ആണ്. അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ എനിക്ക് ടൈമുണ്ട്.
പിന്നെ എൻ്റെ മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഷീസ് മൈ ഫ്രണ്ട്. ഡോട്ടർ എന്നുള്ള രീതിയിൽ എന്നെക്കാട്ടി ഒരു ഫ്രണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ മദറെന്നോ അല്ലെങ്കിൽ എൻ്റെ അനിയത്തിന്നോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിന്നോ അങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റാണ് ഞാനും മോളും തമ്മിലുള്ളത്. ഞങ്ങളുടെ ഇൻട്രാക്ഷനും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റേഴ്സ് അല്ലെ ബ്രദേഴ്സ് അല്ലെങ്കിൽ ഫാമിലി, മറ്റുള്ളവർ, നെയ്ബേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഇവരുടെ ഒന്നും പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുന്നില്ല, നമ്മൾ വിളിക്കുന്നില്ല. എന്നെ സമയം പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിളിക്കാറില്ല ആരെയും. കാരണം അവർ വിളിക്കുമ്പോഴാണ് നമ്മൾ പ്രശ്നങ്ങൾ കേൾക്കുന്നത്. അപ്പം നമ്മൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ അവരെ വിളിച്ചിട്ട് നമ്മളെ പ്രശ്നങ്ങൾ പറയുന്നില്ലല്ലോ. അപ്പം അവരവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് വിടുക. നമ്മൾ ഏറ്റെടുത്തിട്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ഹെൽത്താണ് നശിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രശ്നങ്ങൾ അവരും കേപ്പബിൾ ആവണ്ടേ. നമ്മൾ എപ്പോഴും ഒരാളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടിരുന്നാൽ മെന്റലി ആയപ്പോലും നമ്മളെ വാക്കുകൾ കൊണ്ട് പോലും നമ്മൾ സോൾവ് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവർ ഇൻഡിപെൻഡന്റ് ആവണം അവരെല്ലാവരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളെ ഞാൻ കേൾക്കാൻ പോകാറില്ല. അതാണ് എൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള എനർജിയുടെ കാരണം. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഞാൻ എന്നെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ കാണുന്നവർ പറയാം പലപ്പോഴും രാജലക്ഷ്മിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ തോന്നുന്നുണ്ട് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലായാലും ഞാൻ പുറത്തോട്ടിറങ്ങുന്ന രീതിയായാലും എല്ലാം ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കാരണം നമ്മൾ മരിച്ചു കിടക്കുമ്പോഴും സുന്ദരിയായിട്ട് കിടക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പം കൊണ്ടുപോകുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പം അതുകൊണ്ട് സന്തോഷം. അതാ. അപ്പൊ നമ്മൾ എവിടെ പോയാലും നമ്മൾ ഇപ്പം ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയാൽ പോലും നമ്മൾ പോകുന്ന അപ്പൊ എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കണം, ആ ഒരു പോസിറ്റിവിറ്റിയിലായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഒന്നിനും ഭയമില്ല, ദൈവത്തെ മാത്രം നമ്മൾ പേടിച്ചാൽ മതി ലോകത്ത്. അപ്പൊ എന്തിനും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. പിന്നെ ദൈവികം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആരോടായാലും പറയുന്നത് ഒരു 10 മിനിറ്റ് ഡെയിലി ദൈവത്തെ വിളിക്കാനായിട്ട് കണ്ടെത്തണം. പിന്നെ എക്സർസൈസ് അത് മസ്റ്റാണ്. കാരണം എനിക്ക് തോന്നുന്നു ക്യാമ്പിലൊക്കെ താമസിക്കുന്ന ആൾക്കാര് രാവിലെ ഡ്യൂട്ടിക്ക് പോവുക, വൈകുന്നേരത്ത് വീട്ടിൽ വരിക, പിന്നെ ആ മെസ്സിലെ ഫുഡ് കഴിക്കുക, അതുപോലെ മൊബൈൽ എന്ന് പറയുന്ന വലിയൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. മൊബൈലിൽ നമ്മൾക്കൊരു കൺട്രോൾ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ തന്നെ അത് ഹാം ചെയ്യുന്ന രീതിയിലോട്ട് പോയിട്ടുണ്ട്. കാരണം ഈവൻ പല റെസ്റ്റോറൻറ്റുകളിലും ഞങ്ങൾ പോയിട്ടുള്ളപ്പോഴും ഞാൻ മൊബൈലൊക്കെ മാറ്റി വെക്കും. നമ്മൾ വെച്ചാൽ നമുക്ക് ഒരു സംസാരിക്കാൻ കിട്ടുന്ന ഒരു സ്പേസ് ആണ് അവിടെ നമ്മൾ നോക്കുമ്പോൾ കുട്ടികളായാലും അച്ഛനായാലും അമ്മയായാലും എല്ലാവരുടെയും കയ്യിൽ മൊബൈലാണ്. പരസ്പരം സംസാരിക്കാൻ പോലും ഉള്ള ടൈം ഇപ്പൊ അവർ കണ്ടെത്താറില്ല. അപ്പൊ ഈ മൊബൈലിന്റെ ഒരു ഉപയോഗം എനിക്ക് തോന്നുന്നു കുറയ്ക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. കാരണം കുട്ടികൾക്കൊക്കെ നമ്മൾ മൊബൈൽ കൊടുക്കുമ്പോൾ ഒരു ടൈം സ്കെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, ഇപ്പം ഈ കുറച്ച് എന്താ പറയാ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു 2 വർഷമായിട്ടെന്ന് പറഞ്ഞു. പൊതുവെ സ്ത്രീകൾ അങ്ങനെ ചെയ്യാത്ത ഒരാൾക്കാരാണ്. ഒരു പീരീഡ് വരെ ചിലപ്പം ഒരു 40s എത്തുന്നത് വരെ ജീവിക്കുന്നതേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം എന്തൊരു തിരിച്ചറിവാണ് ഈ ഒരു ഞാൻ എന്നെ സ്നേഹിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്താനുള്ള. ഞാൻ മറ്റുള്ളവരെല്ലാം സ്നേഹിച്ചത് കൊണ്ട് എന്റെ ഹെൽത്ത് പോയി, അതുകൊണ്ടാണ്. മറ്റുള്ളവരെ നമ്മൾ ഓടി നടന്ന് സ്നേഹിക്കും, അവരുടെ കാര്യങ്ങൾ മാത്രം കെയർ ചെയ്യാൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് നശിച്ചു പോയി, നമുക്ക് രോഗം ഉണ്ടാവും. ആ രോഗത്തിൽ നമ്മൾ ആ പെയിൻ സഹിക്കുന്നതോ, നമ്മൾ ടാബ്ലറ്റ് വിഴുങ്ങുന്നതോ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി സഫർ ചെയ്യുന്ന പെയിനോ ഈ പറയുന്ന ആൾക്കാരെ ആരെങ്കിലും ഷെയർ ചെയ്തെടുക്കുവോ? എടുക്കില്ല. നമ്മൾക്കൊരു പെയിൻ വന്നാൽ നമ്മൾ മാത്രം സഹിക്കാനുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അവിടുന്നാണ് ഞാൻ ആ ഒരു കാര്യത്തിലോട്ട് വന്നത്. കാരണം എന്നെ ഞാൻ സ്നേഹിക്കണം. എന്നെ സ്നേഹിക്കാതെ മറന്ന് ഞാൻ മറ്റുള്ളവരെ സ്നേഹിച്ച് നടന്നാൽ എനിക്ക് ദൈവം തന്നൊരു ലൈഫാണ്. അവിടോട്ട് ചെല്ലുമ്പോൾ ദൈവം ചോദിക്കും എന്ന് പഴമക്കാര് പറയാറുണ്ട്. അതായത് പഴയ ആൾക്കാരൊക്കെ നമുക്ക് പറഞ്ഞു തരും, നീ ലോകത്തൊരു ആക്ടിവിറ്റീസും ചെയ്യാതെ മരിച്ചു തന്നു കഴിഞ്ഞാൽ ദൈവം നിന്നോട് ചോദിക്കും നിനക്കൊരു ജന്മം തന്നെ എന്തിനാണ്, നീ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കില്ലേ. അപ്പൊ അത് ആ ഒരു നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ സ്നേഹിക്കുക, നമ്മൾക്കും കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ ഭൂമിയിൽ, അതൊക്കെ ചെയ്യുക. നമ്മൾ ഒരിക്കലും 100% അറിവുള്ള ആളല്ല. നമ്മുടെ അറിവുകളൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഉള്ളതിൽ ഒരു 5% അല്ലെങ്കിൽ ചിലപ്പോൾ 2% ആയിരിക്കാമെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. നമ്മൾ ആരും 100% ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. അതെ, ഇപ്പൊ ഈ സെൽഫ് ലവ്, സ്വയം അവനവനെ സ്നേഹിക്കുക എന്നുള്ളത് ആ ഒരു തിരിച്ചറിവിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ട് ലൈഫിന്റെ റുട്ടീൻസിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഒരുപാട്. എന്റെ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കാരണം എന്നോട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് പ്രശാന്തിക്ക് ഇത് എങ്ങനെ കഴിയുന്നു എന്ന്. കാരണം രാവിലെ ഞാനൊരു ജ്യൂസ് കുടിക്കും. ആ ഒരു ജ്യൂസ് എന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് 6 o'clock എന്ന് പറയുന്ന ആ ടൈമിൽ തന്നെ കുടിക്കാറുണ്ട് ഞാൻ. അത് കഴിഞ്ഞാൽ എൻ്റെ ആഹാരം
5 ബദാം, പിന്നെ റാഗിയില്ലേ, റാഗി സോൾട്ടും ഇല്ല, ഒന്നുമില്ല, പാലും ഇല്ല, ഒന്നുമില്ല, അത് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് കാച്ചി കുടിക്കുക. പിന്നെ പോമഗ്രാനൈറ്റ് ജ്യൂസ്, ഉച്ചയ്ക്ക് വളരെ കുറച്ച് ചോറ്, വെജിറ്റബിൾസിന്റെ കറി, രാത്രി അതുപോലെ എന്തെങ്കിലും ലൈറ്റ്, അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് ഞാൻ കഴിച്ചു പോകുന്നത്. പക്ഷെ ചിലപ്പോൾ ഒരു പക്ഷേ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ എന്താ പറയാ സെൽഫ് ലവ് അതിന്റെ ഭാഗമായിട്ട് ഭക്ഷണത്തിൽ മാത്രമാണോ ഒരു റൂട്ടീൻ ചേഞ്ച് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മള് വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും? എന്റെ ഹെൽത്ത് ഇഷ്യൂസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ റൂട്ടീനിലോട്ട് വന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ കൊണ്ടുപോകുന്ന റൂട്ടീനിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഇപ്പം ഫാമിലിനെ കുറിച്ച് പറഞ്ഞു. മോള് കംപ്ലീറ്റ്ലി ഒരു ഫ്രണ്ടാണ്, ഒരു സുഹൃത്താണ്. അമ്മ മോൾക്കും അങ്ങനെ ആയിരിക്കുന്ന കരുതുന്നു. അതെന്റെ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണാൻ പറ്റും. യൂട്യൂബ് വീഡിയോസിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും ഒക്കെ കാണാൻ പറ്റും. എന്റെ കൂടെ അവള് എല്ലാത്തിനും. അതെ അതെ, ഇപ്പൊ ഇത്തരത്തില് ഭക്ഷണം ഇപ്പം വീട്ടിലുള്ളവർക്ക് മറ്റു തരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കും വേണ്ടി വരിക. അപ്പൊ ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഇത്രയധികം ആക്ടിവിറ്റീസും ഒക്കെ ഉള്ളപ്പോൾ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട്? തീർച്ചയായിട്ടും ഫുഡിനകത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ പറയത്തത് പോലെ ചേഞ്ചസ് ഒന്നുമില്ല. കാരണം അത് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. കാരണം ഹസ്ബൻഡ് ആയാലും മോളും എല്ലാം എനിക്ക് തോന്നുന്നു ആ ഒരു രീതിയിലോട്ട് കുറച്ച് വന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് വലിയൊരു ചേഞ്ചസ് ഒന്നും അതിനകത്ത് വരില്ല. പിന്നെ അവര് നോൺ വെജ്, ഞാൻ വെജിറ്റേറിയൻ ആണ്, അവര് നോൺ വെജ് ആണ്. ആ ഒരു വ്യത്യാസം മാത്രമേ അതിനകത്തുള്ളൂ. അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാനോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളില്ല? ഇല്ലില്ല, അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം നൃത്തം തുടർന്ന് പഠിക്കുന്നുണ്ടോ, അതോ അതുപോലെ ഇനി വേദികളിൽ എന്തെങ്കിലും പ്രൊജക്റ്റോ? ഇപ്പൊ നാടകം ഒരു 3 പ്രൊജക്ട് കഴിഞ്ഞു, ഇനി എന്തെങ്കിലും കമ്മിങ് പ്രൊജക്ട് ഉണ്ടോ നൃത്തത്തിലോ അഭിനയത്തിലോ? അഭിനയത്തിൽ ഇതുവരെ വേറെ ഡ്രാമയിൽ അങ്ങനെ പ്രോജക്റ്റുകളൊന്നുമില്ല. ചെറിയ മൈക്രോ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇങ്ങനെ 1-2 ഡിസ്കഷനിലുണ്ട്. പിന്നെ അതുകൂടാതെ നൃത്തം എന്ന് പറയുന്നത് ഇനിയിപ്പോ ഓണമല്ലേ വരുന്നേ, അപ്പൊ ഓൾറെഡി 2 പ്രോഗ്രാം ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് അഭിനയം ഡ്രാമ ഒന്നും ആയിട്ടില്ല. മൈക്രോ ഷോർട്ട് ഫിലിം 1-2 ഉണ്ട്. അതുപോലെ പ്രശാന്തിനെ ആദ്യമേ കാണുന്ന ഒരാളെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, കോസ്റ്റ്യൂം സെൻസ്. മീൻസ് ഒരു പബ്ലിക്കിന് വേറിട്ട് നിൽക്കുന്ന രീതിയിൽ ഇപ്പൊ തന്നെ വെൽ ഡ്രസ്ഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കോമ്പിനേഷൻ. പക്ഷെ ആ ഒരു സെൻസ് സ്വന്തമായിട്ടാണോ ഈ ഡിസൈൻ ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ആരും കാണാത്ത വെറൈറ്റീസ് ഓഫ് ഡ്രസ്, അതല്ലെങ്കിൽ അതിന്റെ ആക്സസറീസ് ഒക്കെ കാണാറുണ്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ്. എന്റെ ആക്സസറീസ് കണ്ടിട്ട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇത് ഒരുപാടുണ്ട്, ഇത് എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആക്ച്വലി പറഞ്ഞാൽ ഞാനിതൊന്നും പെട്ടെന്ന് ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വാങ്ങിച്ചതൊന്നും അല്ല. എന്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാല് കുറേ വർഷങ്ങളായിട്ടുള്ള കളക്ഷൻസ് ആണ്. എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിൽ വന്നാൽ അറിയാൻ പറ്റും. ഞാൻ മറ്റേ തെർമോകോളിന്റെ ബോർഡില് എന്റെ കൃത്യമായിട്ടുള്ള കമ്മലുകളൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഓരോ ബോക്സിലാക്കിയാണ് സൂക്ഷിക്കാറുള്ളത്. പിന്നെ എന്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നവരടുത്ത് ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു കൊടുക്കും, എനിക്ക് ഇങ്ങനെ വേണം, ഈ രീതി വേണം എന്നുവെച്ചാല് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ഡ്രസ്സിങ് സെൻസിലോട്ട് വരണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അത് കണ്ടിട്ട് പലരും ചോദിക്കുന്നത് എവിടെയാ തയ്ച്ചത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഡിസൈനിങ് ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ ഉണ്ടോ ഭാവിയിലേക്ക്? ബൊട്ടിക്ക് പോലെയോ അല്ലെങ്കിൽ ഡിസൈനിങ് ഫീൽഡിലേക്ക്? ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു കുവൈറ്റിലൊന്നും അത് വളരെ സക്സസ് ആയിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ ചിന്തിക്കാത്തത്. പക്ഷെ ബിസിനസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഭയങ്കര കൺസേൺ ആയിട്ടുള്ള ഒരാളാണ്. കാരണം ബിസിനസ് ചെയ്യുമ്പോൾ നമ്മള് ഇൻപുട്ട് വളരെ കുറച്ച് ഇട്ടുകൊണ്ട് ഔട്ട്പുട്ട് കൂടുതൽ നേടാനുള്ള ഏതാണ് ഒരു ബിസിനസ്. ഞാൻ കുറെ പേരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടോ? ഇൻപുട്ട് കുറച്ചേ ആകാൻ പാടുള്ളൂ, ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. അപ്പൊ അതാണ് എന്റെ ഫോക്കസ്. അല്ലാതെ ഒരുപാട് നമ്മൾ പൈസ കൊണ്ട് ഇട്ടിട്ട് നമുക്ക് ഔട്ട്കം ഇല്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. പക്ഷെ ബിസിനസ് ചെയ്യാൻ എനിക്കറിയാം, എനിക്കിഷ്ടമാണ്. കാരണം ഞാൻ MBA ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് അതെ, ഇപ്പം കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു, ഇപ്പം ഒരു ഡോക്ടറേറ്റ് വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പം ഇനിയും എന്തെങ്കിലും ഒരു അംബീഷൻ നേടണം എന്നായിട്ട് എന്തെങ്കിലും ഒരു അംബീഷൻ ഉണ്ടോ ഇനി നേടിയെടുക്കണം എന്നുള്ള? അതെ, എന്റെ അച്ഛന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു LLB ചെയ്യാന്നുള്ളത്. ഞാൻ അതിനു വേണ്ടിയിട്ട് പലയിടത്തും അന്വേഷിക്കുന്നുണ്ട്. എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിയാൽ ഡെഫിനറ്റ്ലി ഞാൻ LLB കൂടെ ചെയ്യും. അതെ അതെ, അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം കൂടി സാധിക്കട്ടെ. ഒപ്പം ഒരു ബിസിനസ്സുകാരി ആവട്ടെ. ഇനി LLB ഉണ്ട്, പിന്നെ MA സോഷ്യോളജി ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഇത് രണ്ടും എന്റെ ഒരു ആഗ്രഹമാണ്.
ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നടക്കണേ. അതെ അതെ, അത് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. അപ്പൊ പ്രശാന്തിയുടെ പേരിൽ ഒരു ബ്രാൻഡ് തന്നെ ഇറങ്ങട്ടെ, ഞങ്ങൾക്കൊക്കെ സമീപിക്കാമല്ലോ. ഇപ്പൊ ഈ ഡിസൈനിങ് ഇൻട്രസ്റ്റ് ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഇത് എവിടെ നിന്നാണാവോ എന്ന് ചിന്തിക്കാം. അപ്പൊ അങ്ങനെ ഒരു ബ്രാൻഡ് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്കൊക്കെ തീർച്ചയായും സമീപിക്കാം. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. അതെ അതെ, എല്ലാവിധ ആശംസകളും. അപ്പൊ ഷീ ടോക്കിന് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദി. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഒരു ഗായികയാണെന്നറിയാം. അത്യാവശ്യം കുറച്ച് ഗായികയല്ല കേട്ടോ, ഗായിക എന്നൊന്നും പറയരുത്, കാരണം ഗായികമാർക്ക് തന്നെ അപമാനമാവും. ഞാൻ ഗായികയൊന്നുമല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ പാടും. കാരണം എന്റെ അമ്മ ഗാനഭൂഷണം കഴിഞ്ഞ ഒരാളാണ്. അമ്മ പാട്ട് കച്ചേരിയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അതിന്റെ എന്തെങ്കിലും ചെറിയൊരു ഇതായിരിക്കും. പക്ഷെ എന്റെ മൂത്ത ബ്രദർ നന്നായിട്ട് പാട്ട് കർണാടക സംഗീതം അഭ്യസിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനോ? ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ എന്റെ ബ്രദർ നന്നായിട്ട് പാട്ട് പാടും. പിന്നെ എന്റെ ഒരു ബ്രദർ ഇവിടെ ഉണ്ട്, കുവൈറ്റിലുണ്ട്. സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ സിസ്റ്ററാണ് എന്നെ ആക്ച്വലി കുവൈറ്റിലോട്ട് കൊണ്ടുവന്നത് കേട്ടോ. കാരണം ഇതിനെല്ലാം താങ്ക്സ് പറയേണ്ട എന്റെ സിസ്റ്ററിനാണ്. സിസ്റ്ററാണ് എല്ലാത്തിനും ഒരു കാരണം ഇത്രയും എന്റെ ആ ഒരു കരിയർ ഇവിടം വരെ എത്താനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്റെ സിസ്റ്ററാണ്. കാരണം ഞാൻ ഇവിടെ കുവൈറ്റിൽ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടത്തില്ല. ചിലപ്പോൾ ഞാൻ വേറൊരു ലെവലിലോട്ട്, വേറൊരു രീതിയിലോട്ട് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ട ഒരാളായിരുന്നു. ഡെഫിനറ്റ്ലി ഇതിനെല്ലാം ഒരു റീസൺ എന്ന് പറയുന്നത് എന്റെ സിസ്റ്റർ തന്നെയാണ്. സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട് ഇപ്പം, സ്റ്റിൽ ബ്രദറും ഉണ്ട്. ഒരു ബ്രദർ നാട്ടിലാണ്. ഓക്കെ, അപ്പം വിബ്ജിയോറിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേര്. തീർച്ചയായിട്ടും എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ പാടാൻ രണ്ടുപേര് വേണം. അതെ. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. മണ്ണിലും വിണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. അതെ, സ്വപ്നത്തിൽ മാത്രമല്ല ജീവിതത്തിലും ഒരു പൂമ്പാറ്റയായി പാറാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. ഷീ ടോക്കിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മളോടൊപ്പം ഇന്നുണ്ടായിരുന്നത് ഡോക്ടർ പ്രശാന്തി സന്തോഷാണ്. വിബ്ജിയോ ടിവിയുടെ ഷീ ടോക്കിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾക്ക് പരിചിതരായ സ്ത്രീകളെ പരിചയപ്പെടുത്തുകയുമാവാം. അതിനായി programs@vibjiortv.com എന്ന മെയിൽ ഐഡിയുമായി ബന്ധപ്പെടേണ്ടതാണ്. നന്ദി.